ആ നിസാറൻ പറയടാ. എടാ ഞാൻ വിളിച്ചേ, എനിക്ക് എങ്ങനെയും കുറച്ച് പൈസ മറിച്ച് തരാൻ പറ്റുമോടാ? പിള്ളേരുടെ ഫീസൊക്കെ അടച്ചിട്ട് കുറച്ച് ദിവസമായി. ഞാനൊരു 2 ആഴ്ചക്കുള്ളിൽ ഞാൻ തിരിച്ചു തന്നേക്കാം. ഇപ്പൊ തിരക്ക് നിൽക്കുവാതെ പിന്നെ വിളിക്കാതെ. നിസാറേ, അച്ഛാ, എത്ര നാളാടാ കണ്ടിട്ട്? അച്ഛനല്ലേ ഇവിടെ? ഇതെന്ത് സൈറ്റാടാ? മഴ വണ്ടി കയറ്. എന്റെ ഓഫീസ് ഇവിടെ അടുത്താ. നിസാറേ കയറൂ. നീ എന്നാ അടൂർ? ഒരു പണി നോക്കി ഇറങ്ങിയതാ. ഗൾഫൊക്കെ മതിയാക്കിയോ? അവിടെ നിന്ന് വന്നിട്ട് ഇപ്പോൾ കൊല്ലം ഒന്നായി. അവിടെ ആളെ കുറച്ചപ്പം ഉള്ള പണി പോയതാ. പിന്നെ ഒന്നും നോക്കിയിട്ട് ശരിയായി. ഏറെക്കുറെ എൻ്റെ അവസ്ഥ ഇതുപോലൊക്കെ ആയിരുന്നല്ലോ. നിനക്കറിഞ്ഞൂടെ, ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ 0 ആയിട്ടാണല്ലോ വന്നത്. ഇവിടെ വന്നൊരു സുഹൃത്ത് ത്രൂ കേരള ബാങ്കിനെ കുറിച്ച് അറിഞ്ഞതും പ്രവാസി ലോണിനെ കുറിച്ച് അറിഞ്ഞതും അതെടുത്തതിന് ശേഷം എനിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നത്. അച്ചായ, നീ പറഞ്ഞ പ്രവാസി ലോൺ എന്തുവാ? എനിക്കും കൂടെ തരപ്പെടുത്തി തരാൻ പറ്റിയ? നീ വന്നേ, നമുക്ക് കേരള ബാങ്ക് വരെ പോയിട്ട് വരാം. മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സാർ. ഇരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. സാറ് 2 വർഷത്തിൽ കൂടുതൽ ഗൾഫിൽ ജോലി ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നോർക്കായുള്ള വരിയുള്ള പേപ്പറെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ അനുവദിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. മേഡം, ഞാൻ 5-6 വർഷമായിട്ട് പ്രവാസിയായിരുന്നു. പിന്നെ നോർക്ക രജിസ്ട്രേഷനൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ളായിരുന്നു. സജീന സാറിന് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഫോമും കൂടെ കൊടുക്കണേ.